ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന പുരുഷൻ അവരുടെ പാർട്ട്ണറിൽ നിന്നും ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പുരുഷൻ അവരുടെ സ്ത്രീയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് അവരെടുക്കുന്ന എഫേർട്ടുകളെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ആ വ്യക്തി അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. അവരുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയർ, ജോബ് റിലേറ്റഡ് ആയ കാര്യങ്ങളിലായിരിക്കാം, അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും അത് നെഗ്ലക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത്ര ഹാപ്പി ആയിരിക്കില്ല. എന്നാൽ അങ്ങനെയുള്ള എഫേർട്ടുകളൊക്കെ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ആ എഫേർട്ടുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഒരു പുരുഷൻ അവരുടെ പാർട്ട്ണറിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരെടുക്കുന്ന എഫേർട്ടുകൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് അവരുടെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അവർ ഏറെക്കുറെ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം. കാരണം അവരെന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൂടാനും നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആകാനും സാധ്യതയുണ്ട്. സോ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് പൊതുവെ പുരുഷന്മാർ അവരുടെ പാർട്ട്ണറിൽ നിന്നും ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ, അവരുടെ പാർട്ട്ണറുടെ ഉള്ളിലുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പുരുഷന്മാർ. അതായത് എന്തെങ്കിലും ഒരു കാര്യം അവരുടെ മൈൻഡിൽ വന്നു, അതൊരു ഫീലിങ്സ് ആയിരിക്കാം, ഒരു തോന്നലായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദയ ആയിരിക്കാം, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്ത് ഇമോഷൻ ആണെങ്കിലും അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചെറിയ രീതിയിൽ ഒരു പിണക്കം തോന്നുകയാണെങ്കിൽ അതിങ്ങനെ മനസ്സിൽ വെച്ച് ഹൈഡ് ചെയ്യുന്നതിനേക്കാൾ അവരേറെ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നത് അത് പ്രകടിപ്പിക്കുന്നതാണ്. സോ അവരോട് നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണോ തോന്നിയിട്ടുള്ളത് അത് പ്രകടിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് എന്ത് കാര്യമാണെങ്കിലും അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും ഈ കേസിലാണ് പുരുഷന്മാർ ഫെയിൽ ആയി പോകുന്നത്. കാരണം സ്ത്രീകൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളണം എന്നില്ല. അവർ ചില കാര്യങ്ങളൊക്കെ ഹൈഡാക്കി വെക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ പിണക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലൊക്കെ ആണെങ്കിൽ അത് അവർ മനസ്സിലാക്കട്ടെ എന്ന രീതിയിൽ പെരുമാറുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് ഇത് കറക്റ്റായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ. പക്ഷെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ കറക്റ്റായിട്ട് കൺവേ ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പൊതുവെ പുരുഷന്മാർ. നെക്സ്റ്റ്, ഒരു പുരുഷൻ ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വയം പ്രൗഡ് തോന്നുന്ന ഒരു കാര്യമാണ് അവരുടെ പാർട്ട്ണർ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് അവർക്കുണ്ടാവുന്ന സമയത്ത്. ട്രസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടായിരിക്കും. ഇപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതവർക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ടാലന്റ് അവർക്കുണ്ട്. ഇത്തരത്തിലുള്ള ട്രസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് ഉണ്ട് എന്നറിയുമ്പോൾ പൊതുവെ പുരുഷന്മാർ ആ റിലേഷൻഷിപ്പിൽ വളരെയധികം ഹാപ്പി ആയിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള ട്രസ്റ്റ് കൂടിയാണ്. ഫൈനലി അവരുടെ റിലേഷൻഷിപ്പിൽ അവർ കുറെ കൂടി ഫൺ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതായത് എപ്പോഴും ഇങ്ങനെ സീരിയസ് ടോപ്പിക്കുകളൊക്കെ മാത്രം സംസാരിച്ച് ലൈഫിൽ ഒരു ഫണ്ണൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല പൊതുവെ പുരുഷന്മാർ. അവരെന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കുറെ കൂടി ഫണ്ണാക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊമെന്റ്സ് അവർ ഏറെ എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. സോ ഇത്രയും കാര്യങ്ങൾ പൊതുവെ ഒരു പുരുഷൻ അവരുടെ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് അവരുടെ പാർട്ട്ണറിൽ നിന്നും കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ കിട്ടിയാൽ അവർ ഹാപ്പി ആകും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത്, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.